ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്നത് വലിയൊരു ഇക്കോ റിലീജിയനാണ് അല്ലേ? എന്തുകൊണ്ടാണ് അതൊരു ഇക്കോ റിലീജിയനായിട്ട് മാറിയത്? വിഭവങ്ങളുടെ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന വൽക്കരിക്കപ്പെട്ട മരുഭൂമിയായി മാറിക്കഴിഞ്ഞ ഒരു പ്രദേശത്ത് നിന്ന് വിഭവങ്ങൾക്ക് വലിയ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇസ്ലാം വരുന്നത്. അതുകൊണ്ട് അതിന് വിഭവങ്ങളെ, അതിൻ്റെ ദൗർലഭ്യത്തെയൊക്കെ തന്നെ അതിന് കാര്യമായി പരിഗണിക്കേണ്ടി വരും. ഇസ്ലാമിനെ പലപ്പോഴും ഒരു പച്ചയായിട്ട് തന്നെ ചേർത്ത് വയ്ക്കാൻ കാരണം, ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ അറേബ്യയിലായാലും പ്രവാചകൻ കച്ചവടത്തിന് പോയിരുന്ന സ്ഥലങ്ങളിലായാലും ഗ്രീൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ വലിയ ഒരു വരദാനമായി, ദൈവത്തിൻ്റെ വരദാനമായി കാണുകയാണ്. കാരണം അനേകം കിലോമീറ്റർ സാർത്ഥവാഹക സംഘങ്ങൾ, കച്ചവട സംഘങ്ങൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മരുപ്പച്ച കണ്ടെത്തുന്നത്. മരുപ്പച്ച അല്ലെങ്കിൽ പ്രകൃതിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ഈത്തപ്പന അല്ലേ? വലിയൊരു കാലഘട്ടത്തിൽ, പ്രവാചക കാലഘട്ടത്തിൽ ഈത്തപ്പഴം കൊണ്ട് മാത്രമായി പിടിച്ചു നിന്ന വിശപ്പ് മാറ്റിയൊരു ജനതയാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് മലകളെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. മലകളൊക്കെ ആണികളാണ് അല്ലേ? ഇളയ്ക്ക വലിയ പ്രയാസമുണ്ടാക്കും. വെള്ളത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയുന്ന വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ നടക്കുമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അംഗസ്നാനം ചെയ്യാൻ വേണ്ടി കടല് പോലെ വെള്ളമുണ്ടെങ്കിലും സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം അതൊരു ദീർഘദർശനമാണ്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ജലത്തിന് വലിയ ദൗർലഭ്യമുണ്ടാകും. ഞാൻ പ്രവാചകനെ കുറിച്ച് ഒരു ഇങ്ങനെ ചെറിയ ആഖ്യാനങ്ങൾ പോലെ കുറേ എണ്ണം എഴുതണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ നിന്നിട്ട് ചെറുതായിട്ടൊക്കെ ഞാനിങ്ങനെ എഴുതി. അതിലൊരു ഈ പടയങ്കി പണയം വെച്ചൊരു കഥ പറയുന്നുണ്ട്. ആ പടയങ്കി പണയം വെച്ചിട്ട് കുറച്ച് ധാന്യം മേടിച്ചു വന്ന, അങ്ങനെ ഞാൻ എൻ്റെ കഥയിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ആ ധാന്യം മേടിച്ചിട്ട് അത് കിഴികെട്ടി വീട്ടിലേക്ക് വരുമ്പോൾ പ്രവാചകനെ കുറേ കിളികൾ പിന്തുടർന്നതിൻ്റെ കാരണം അവയ്ക്കറിയാമായിരുന്നു അതിലൊരു പങ്ക് ആ കിളികൾക്ക് കൂടി ഉള്ളതാണ് എന്ന് അവയ്ക്ക് അറിയാമായിരുന്നു. അത് അദ്ദേഹം നൽകുകയും ചെയ്യുമെന്ന് അവർക്കറിയാമായിരുന്നു.